കേരളത്തിലെ സോളാർ വയ്ക്കുമ്പോഴേ ടെമ്പറേച്ചർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, നല്ല ചൂടുകാലമാണ്. ചൂട് കൂടുമ്പോൾ ശരിക്കും സോളാറിൻ്റെ പ്രൊഡക്ഷൻ കൂടുമല്ല, അതിൻ്റെ പ്രൊഡക്ഷൻ ഒബ്വിയസ്ലി കൂടും, പക്ഷേ പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്ന പാട്ട് താഴെ തൊട്ടാണ് വരിക. തിയററ്റിക്കലി ഒരു 25 ഡിഗ്രി സെൽഷ്യസിന് മേളിലോട്ട് ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും 0.3 to 0.5 എന്നുള്ള തോതിലേക്ക് സോളാർ സെൽസിൻ്റെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി കുറഞ്ഞ് താഴേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ കൂടിയ ചൂടിൽ മെച്ചപ്പെട്ട ഔട്ട്പുട്ട് തരിക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ സംഗതി വെട്ടം. നമ്മുടെ മഴക്കാലത്ത് നല്ല ഷെയ്ഡി ആയിട്ടുള്ള സമയത്ത് ഈ സമയത്ത് ലൈറ്റ് കുറവായിരിക്കും. ആ സമയത്ത് ഏകദേശം 6 മാസത്തിലധികം മഴയുള്ള കേരളത്തിൽ ആ സമയത്തും പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ നല്ല പെർഫോമൻസ് വരിക, ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് വരിക, ഇത് രണ്ടും തരുന്ന തരത്തിലുള്ള ഒരു പാനൽ ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പാനലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ്, ഹൈ ടെമ്പറേച്ചറിൽ നല്ല പെർഫോമൻസ്, ഇത് രണ്ടും തരുന്ന ടെക്നോളജിയാണ് കേരളത്തിന് വേണ്ടത്, പ്രത്യേകിച്ച് സോളാറിൻ്റെ കാര്യത്തിൽ. അപ്പം അത് തരുന്ന പാനൽ ഏതാണ് എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി HJT ടെക്നോളജി, ഹെക്ട്രോ ജംഗ്ഷൻ ടെക്നോളജി. ബേസിക്കലി ഹെക്ട്രോ ജംഗ്ഷൻ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് 2 ജംഗ്ഷൻ, അതായത് 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 ഡയോഡുകളെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള പാനലാണ് ഈ HJT പാനൽ എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രോപ്പർ പേരെന്ന് പറഞ്ഞാൽ ഹിറ്റ് സെൽസ് എന്നാണ്, ഹെക്ട്രോ ജംഗ്ഷൻ ഇൻട്രിൻസിക് തിൻ ലെയർ. ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് കാര്യം പറയാം. ബേസിക്കലി 2 തരത്തിലുള്ള മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സെൽസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ കുറവ് മറ്റൊരു ടൈപ്പ് സെല്ല് പരിഹരിക്കും. 2 ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു മെറ്റീരിയൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് മറ്റൊരു മെറ്റീരിയൽ പരിഹരിക്കും. ബേസിക്കലി കുറവ് വരുന്നത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന കാര്യത്തിലും ഇതിനകത്തുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിന്റെ റീകോമ്പിനേഷൻ റേറ്റ് കുറയ്ക്കുന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ലൈറ്റിന്റെ വേവ് ലെങ്തിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിൽ വരുന്ന ലൈറ്റിനെ ഒരു ടൈപ്പ് ലെയർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ബാക്കി വരുന്ന ലൈറ്റിനെ, ചിലപ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് മിച്ചം വരുന്ന ലൈറ്റ് ആയിരിക്കും, ആ ലൈറ്റിനെ ബാക്കിയുള്ള ലെയേഴ്സ് അബ്സോർബ് ചെയ്യും. ഈ രീതിയിൽ ഒരു വരുന്ന ലൈറ്റിനെ മാക്സിമം അബ്സോർബ് ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക, അങ്ങനെ എഫിഷ്യൻസി കൈവരിക്കുക എന്ന് പറയുന്ന ഒരു തരം ടെക്നോളജിയാണ് ഈ പറയുന്ന ഹിറ്റ് സെൽസിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാനൽസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും ആളുകൾക്ക്, സബ്സിഡിയിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കുന്ന വിലയിലേക്ക് ഈ ടെക്നോളജി എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ ഒരു 10 കിലോവാട്ടിന് മേളിലേക്ക് വെക്കുന്ന കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ സബ്സിഡി വേണ്ട എന്ന് കരുതുന്നവർക്ക്, കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സിനൊക്കെ എന്തുകൊണ്ടും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത്. ബിക്കോസ് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മറ്റ് പാനൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 25+ എന്നുള്ള റേഞ്ചിലേക്ക് ഇതിന്റെ പെർഫോമൻസ് വരുന്നുണ്ട്. വലിപ്പമൊക്കെ ഇച്ചിരി കൂടുതലാണ്, പക്ഷേ ഓവറോൾ മോഡ്യൂളിന്റെ എഫിഷ്യൻസിയാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 25+ തരുന്ന ടൈപ്പ് പാനൽസ് ആണ്. എനിവേ, അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്.